ഇന്ന് നമുക്ക് കോട്ട മെറ്റീരിയലിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് റേറ്റും ആട്ടോ വന്നിരിക്കുന്നത്. രണ്ട് ടൈപ്പ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പിനും രണ്ട് റേറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കട്ട് വർക്ക് ഡിസൈനുമാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന സാരി. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ്. അതിനകത്ത് ഇത് കണ്ടോ, രണ്ട് ബോർഡേഴ്സും ഇതുപോലെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ കട്ട് വർക്കും ഒരു ഒണിയൻ പിങ്ക് ഒക്കെ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഇവിടം വരെയാണ് അപ്പർ സൈഡിലെ ബോർഡർ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ആ വിട്ടിലൊരു വ്യത്യാസം വരും. അത് ഈ കട്ട് വർക്കും ഈ സ്കാലപ്പ് വർക്കും കൂടെ ചെയ്തു വരുന്നത് കൊണ്ട് വരുന്ന ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. അത് ഡാമേജ് അല്ല. ഇങ്ങനെ ഉള്ള കട്ട് വർക്ക് സാരീസിനെല്ലാം ഇങ്ങനെ വരുന്നതാണ്. പിന്നെ അതിൻ്റെ ലോവർ ബോർഡറിൽ ഇതേപോലെയാണ് ഫുൾ ഇങ്ങനെ ലോവർ ബോർഡറിൽ ഇതുപോലെ കട്ട് വർക്ക്. കോട്ട മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. പിന്നെ ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ ഈ സൈഡും ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബോഡിയിലും ഇതുപോലെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3690 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. 3690. നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാട്ടോ. നല്ല എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും ഒക്കെ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പേസ്റ്റൽ പിങ്ക് സെയിം പാറ്റേൺ തന്നെ. പേസ്റ്റൽ പിങ്ക് അടുത്ത് വരുന്ന അതിൻ്റെ ഒരു സീ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. സീ ഗ്രീൻ ഷെയ്ഡ്. സീ ഗ്രീൻ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ലാവൻഡർ ടോൺ. ലാവൻഡർ ആണെങ്കിലും ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റായിട്ട് അങ്ങനെ നിൽക്കുന്ന ലാവൻഡർ അല്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. ലാവൻഡർ ടോൺ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബേജ് ടോൺ. ബേജിലും ആ സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിരിക്കുന്ന. അടുത്തത് വരുന്നത് നമുക്ക് വേറൊരു മെറ്റീരിയലും വർക്കും ഡിഫറൻസ് ഉണ്ട്. അടുത്തത് വരുന്നതും ഒരു ബേജ് ടോൺ തന്നെയാണ്. ഇതും ഒരു കോട്ട മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കോട്ട മെറ്റീരിയലിൽ ഇതേപോലെ നമുക്ക് കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇതേപോലെയാണ്. ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2480. ഇതും അതുപോലെ തന്നെ നമുക്ക് മുന്താണിയിലേക്ക് വരുമ്പോൾ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് വരും. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഒരു സെമി സിൽക്ക് മെറ്റീരിയലിലാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. അടുത്തത് വരുമ്പോൾ അടുത്തത് വരുമ്പോൾ അതിൻ്റെ ഈ കളറ് സെയിം തന്നെയാണ്, പക്ഷേ വർക്കിന് ഡിഫറൻസ്. ഇത് കണ്ടോ, ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. 2480. ഇതിൻ്റെ നമുക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ. പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്. അതായത് വർക്ക് വരുന്ന പാറ്റേൺ ഒക്കെ ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ. എന്നിട്ട് ബോഡിയിൽ ചെറിയ സെൽഫ് ടോണിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് മെറ്റീരിയൽ കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട് കോട്ടയിൽ തന്നെയാണെങ്കിലും. ഇത് 2480. ബ്ലൗസ് വന്നിരിക്കുന്ന സെമി സിൽക്കിൽ. ആദ്യം കാണിച്ചതിനകത്തൊക്കെ ബ്ലൗസ് വരുന്നതും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. 2480. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു വൈറ്റ്. മറ്റതിൻ്റെ വർക്ക് മാത്രം കാണിച്ചാലും മതി. വൈറ്റ്. ഇത് വരുന്നത് കോട്ടയിൽ വൈറ്റ്. അതിനകത്ത് സെയിം ആ ഒരു ഡാർക്ക് പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന വർക്ക്.
ഒരു സെമി സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ബ്ലൗസുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2480. അടുത്തത് വരുന്നത് വൈറ്റിൽ തന്നെ അടുത്ത ഡിസൈൻ. ഇതാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. ബേജിലും 2 ഡിസൈൻ കാണിച്ച പോലെ തന്നെ വൈറ്റിലും അടുത്ത ഡിസൈൻ 2480. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സാരീസിൽ കട്ട് വർക്ക് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.